ആരോഗ്യ വിചാരം. ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യം സമ്പൂർണ്ണ ദൈനംദിന ജീവിതത്തിനുള്ള ഒരു ഉപാധിയാണ്. നിലനിൽപ്പിനായി മാത്രമുള്ളതല്ല. ആരോഗ്യമെന്നത് ശാരീരിക ശേഷിയിലും സാമൂഹിക വ്യക്തിപരമായ ഉപാധികൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള സാക്ഷാത്തായ ഒരു സംഗതിയുമാണ്. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ആയുഷ്മാൻ ആരോഗ്യമന്ദിർ കൽപ്പേനിയിലെ ഡെന്റൽ സർജൻ ഡോക്ടർ അക്സല ഹസ്മിൻ കുട്ടികളിലെ മോണരോഗം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നു. നമ്മുടെ വായയിൽ കാണപ്പെടുന്ന 1/3 ഓഫ് ക്രൗൺ ആണ്. ആ ക്രൗണിൻ്റെ താഴ്ഭാഗത്ത് 2/3 വലിയ റൂട്ട് പോർഷൻ കാണപ്പെടുന്നുണ്ട്. ആ റൂട്ട് നമ്മുടെ താടിയെല്ലുകളിലാണ് വസിക്കുന്നത്. ആ താടിയെല്ലുകളിൽ മോണ കവർ ചെയ്തിട്ട് പെരിഡോണ്ടൽ ലിഗമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് അവ വായിൽ കറക്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. ഈ കറക്റ്റ് പൊസിഷൻ നിലനിർത്തുന്നത് ഈ പറയുന്ന താടിയെല്ലുകളും അവയെ ചുറ്റിപ്പറ്റിയുള്ള ഗമ്മും ആണ്. ആ കറക്റ്റ് പൊസിഷൻ നിലനിർത്തുന്ന ഇവയെ അറിയപ്പെടുന്നത് പെരിഡോൺഷ്യം എന്നാണ്. ഈ പെരിഡോൺഷ്യമാണ് നമ്മളെ പല്ലുകളുടെ കറക്റ്റ് പൊസിഷനിൽ നിർത്തുന്നത്. ഈ പെരിഡോൺഷ്യത്തിൽ വരുന്ന അണുബാധയാണ് മോണരോഗമായിട്ട് അറിയപ്പെടുന്നത്. ഈ മോണരോഗം വരുന്നതിന് പ്രധാനമായിട്ടുള്ള കാരണം വായയിലെ ശുചിത്വക്കുറവ്. വായ ശുചിത്വമില്ലായ്മ ഉള്ളത് കൊണ്ട്, അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഒട്ടിപ്പിടിച്ച് ഒരു സോഫ്റ്റ് ഡെപ്പോസിറ്റ് അവിടെ ഫോം ചെയ്യും. അവയെ അറിയപ്പെടുന്നത് പ്ലാക്ക് എന്നാണ്. ആ പ്ലാക്ക് അവിടെ നിന്ന് ഓറൽ ഹൈജീനിൽ അവ വൃത്തിയായില്ല എന്നുണ്ടെങ്കിൽ മോണരോഗത്തിലേക്ക് അത് പ്രധാനമായി കടക്കും. ഈ പ്ലാക്ക് ക്ലീൻ ചെയ്യാതെ വിടുമ്പോൾ അത് കുറച്ചും കൂടെ ഹാർഡാവും. അവ കാൽക്കുലസായി മാറും. ഈ കാൽക്കുലസും പ്ലാക്കും എന്ന് പറയുന്നത് പലതരത്തിലുള്ള ബാക്ടീരിയകളുടെ വാസസ്ഥലമാണ്. ഈ ഡെപ്പോസിറ്റ്സ് കൂടുതലുള്ളവരിലാണ് മോണരോഗം കൂടുതലാകുന്നത്. പിന്നെ ഈ വായയിലെ ഡെപ്പോസിറ്റ്സ് കുറഞ്ഞ അവസ്ഥയിലും മോണരോഗം വരാറുണ്ട്. അഗ്രസീവ് പെരിഡോണ്ടൈറ്റിസ് എന്നാണ് അവയെ അറിയപ്പെടുന്നത്. അത്തരം മോണരോഗം പെട്ടെന്ന് എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യും. സോ അവ പല്ലുകളെ നഷ്ടപ്പെടുത്താനും കാരണം ആവും. കൗമാരപ്രായത്തിലും 30 വയസ്സിന് താഴെയുള്ളവരിലുമാണ് ഈ അവസ്ഥ കാണപ്പെടുന്നത്. അഗ്രസീവ് പെരിഡോണ്ടൈറ്റിസ് എന്നുള്ള ഈ അവസ്ഥ കാണപ്പെടുന്നത്. മോണരോഗം പലപ്പോഴും വേദനരഹിതമായ അസുഖമാണ്. കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ പല്ലിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരെ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികളിലെ മോണരോഗത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. കുട്ടികളിൽ കാണപ്പെടുന്ന മോണരോഗത്തെ ജിഞ്ചവൈറ്റിസ് എന്നാണ് അറിയപ്പെടുന്നത്. അത് മോണയിൽ ഉണ്ടാക്കുന്ന അണുബാധ കാരണം ആണ് ഈ ജിഞ്ചവൈറ്റിസ് ഉണ്ടാവുന്നത്. അതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് മോണയിൽ നിന്ന് രക്തം വരുന്നത്, ചുവപ്പ് നിറം, കൂടുതൽ ചുവപ്പ് നിറം മോണയ്ക്ക് ഉണ്ടാവുക, ഭക്ഷണം കഴിക്കുമ്പോഴും ബ്രഷ് ചെയ്യുമ്പോഴും ബ്ലീഡിങ് ഉണ്ടാവുക, മോണയുടെ നീളം കൂടുക, അത് റെസിഷൻ സംഭവിക്കുക, മോണ ഇറക്കം ഉണ്ടാവുക, മോണ തൊടുമ്പോൾ ചിലപ്പോൾ പെയിൻഫുൾ കണ്ടീഷൻ ആവാം. അത് കൂടുമ്പോൾ ഏറ്റവും മൂർജിച്ച ഒരവസ്ഥയിൽ വരുമ്പോഴാണ് പല്ലിന് ഇളക്കം സംഭവിക്കും എന്ന് പറയുന്നത്. ഈ കുട്ടികളിൽ കാണപ്പെടുന്ന മോണരോഗം എന്നത് ജിഞ്ചവൈറ്റിസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് മോണയിൽ ഉണ്ടാക്കുന്നൊരു അണുബാധയാണെന്നും പറഞ്ഞു. പ്രധാന കാരണം എന്ന് പറയുന്നത് പല്ലുകളിൽ അടിഞ്ഞു കൂടിയ പ്ലാക്കും, അതുകൂടാതെ ശരിയായ രീതിയിലുള്ള ബ്രഷ് ചെയ്യാത്തത് കൊണ്ട്, ഓറൽ ഹൈജീൻ കൃത്യമല്ലാത്തത് കൊണ്ട്, മധുരം ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് കൊണ്ട്, വായ ശുചിത്വം കുറവ്, വായിലൂടെ ശ്വസിക്കുന്നത് ശീലം, അതായത് മൗത്ത് ബ്രീത്തിങ് എന്ന് പറയും നമ്മൾ, എന്നിവ ഇതിന് കാരണമായി വരാറുണ്ട്. കുട്ടികളിൽ അവ പലതരത്തിലും പ്ലാക്ക് ഇൻഡ്യൂസ്ഡ് ആയിട്ട് കാണപ്പെടാം, നോൺ പ്ലാക്ക് ഇൻഡ്യൂസ്ഡ് ആയിട്ട് കാണപ്പെടാറുണ്ട്. അതിൽ പ്ലാക്ക് ഇൻഡ്യൂസ്ഡ് ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് ഓറൽ ഹൈജീൻ കുറവ് മൂലമുള്ള ക്രോണിക് ജിഞ്ചവൈറ്റിസ് അതിൽ വരാറുള്ള ഒരു അസുഖമാണ്. ഇറപ്ഷൻ ജിഞ്ചവൈറ്റിസ് വരാറുണ്ട്, പ്യൂബർട്ടി ജിഞ്ചവൈറ്റിസ് വരാറുണ്ട്. നോൺ പ്ലാക്ക് ഇൻഡ്യൂസ്ഡ് നേരത്തെ ഞാൻ പറഞ്ഞ ചില സിസ്റ്റമിക് രോഗങ്ങളോട് കൂടിയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുവരുന്ന മോണൽ പ്രശ്നങ്ങളും കാണാം.
തടയാനുള്ള വഴികൾ എന്ന് പറയുമ്പോൾ ദിവസം 2 പ്രാവശ്യം ശരിയായ രീതിയിലുള്ള ബ്രഷിങ് ചെയ്യുക, ഫ്ലൂറൈഡുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക, ഓരോ ഭക്ഷണത്തിന് ശേഷവും വായ കഴുകുക, മധുരപദാർത്ഥങ്ങൾ നിയന്ത്രിക്കുക, 6 മാസത്തിലൊരിക്കൽ ഡെൻ്റൽ ഡോക്ടറെ കാണിക്കുക എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബ്രഷ് ചെയ്യുമ്പോൾ രാത്രിയും രാവിലെയും രാത്രിത്തെ ബ്രഷിങ് നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ളതാണ്. കുട്ടികളുടെ ബ്രഷ് ചെയ്യുന്നത് മാതാപിതാക്കൾ മേൽനോട്ടം വഹിക്കുക, അത് നിർബന്ധമായിട്ട്. കാരണം കുട്ടികളിലാണല്ലോ ഈ പ്രശ്നം കണ്ടുവരുന്നത്. അതുകൊണ്ട് അവരുടെ ബ്രഷിങ് ചിലപ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൃത്തിയായോ എന്ന് നോക്കുക. ഈ പ്ലാക്ക് അടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലീനിങ് മസ്റ്റായിട്ടും ചെയ്യേണ്ടതാണ് ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ട്. പ്ലാക്ക് മൂലമുള്ള ജിഞ്ചവൈറ്റിസ്, അത് പല്ലുകളിൽ അടിഞ്ഞുകൂടിയ പ്ലാക്ക് മൂലം ഉണ്ടാകുന്ന മോണരോഗമാണ്. പ്ലാക്ക് ഇൻഡ്യൂസ്ഡ് ജിഞ്ചവൈറ്റിസ്, അതായത് പ്ലാക്ക് മൂലം ഉണ്ടാകുന്ന ജിഞ്ചവൈറ്റിസ് ആണ് കുട്ടികളിൽ സാധാരണയായി കാണപ്പെടുന്നത്. അത് പല്ലുകളിൽ അടിഞ്ഞുകൂടുന്ന പ്ലാക്ക് മൂലം ഉണ്ടാകുന്ന ജിഞ്ചവൈറ്റിസ് ആണ്. ശരിയായ ബ്രഷ് ചെയ്യാത്തത് കൊണ്ട്, മധുരം കൂടുതലായി കഴിക്കുന്നതുകൊണ്ട്, വായ ശുചിത്വക്കുറവ്, ഇതാണ് മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതിൽ ചുവന്ന് വീർത്ത മോണ, ചുവപ്പ് നിറം, മോണവീക്കം, ബ്രഷ് ചെയ്യുമ്പോൾ രക്തം വരിക, ദുർഗന്ധം, ബാഡ് ബ്രത്ത്. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്കെയിലിംഗ്, അതായത് ക്ലീൻ ചെയ്യുക, പല്ലിനെ ക്ലീൻ ചെയ്യുക, മോണേൻ്റെ ചുറ്റും ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ശരിയായ ബ്രഷിങ് രീതി ശീലിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി കാണുന്നത് ഇറപ്ഷൻ ജിഞ്ചവൈറ്റിസ് എന്നാണ് പറയുന്നത്. അതായത് കുട്ടികളിൽ പല്ലുകൾ മുളയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മോണവീക്കം. ഈ പല്ല് മുളയ്ക്കുന്ന ഭാഗത്തൊരു ചുവപ്പ് നിറം വരിക, ചെറിയൊരു വേദന, ആ മോണയിലുള്ള വീക്കം സാധാരണ സ്വയം മാറാറുണ്ട്, ചികിത്സിക്കേണ്ട ആവശ്യമില്ല. നല്ല ഓറൽ ഹൈജീൻ കൊണ്ടുവരിക ഇങ്ങനെയുള്ള കുട്ടികളിൽ, അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ പറയുന്നത് പ്യൂബർട്ടി ജിഞ്ചവൈറ്റിസ് എന്നുള്ളതാണ്. ഇത് ഓരോന്നും ഓരോ കണ്ടീഷനാണ്. പ്യൂബർട്ടി ജിഞ്ചവൈറ്റിസ് എന്ന് പറയുമ്പോൾ ചില ഹോർമോണുകൾ മാറ്റം മൂലം മോണ കൂടുതൽ പ്രതികരിക്കുന്നൊരവസ്ഥ. മോണ നല്ല പോലെ തടിച്ച് വീങ്ങുക, രക്തസ്രാവം വരിക, പ്ലാക്ക് കുറവായാലും പ്രശ്നം കൂടുതലായിരിക്കും. ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. ഏറ്റവും അടുത്ത് തന്നെ ഡെൻ്റൽ ഡോക്ടറെ കാണിച്ച് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ക്ലീനിങ് ചെയ്യുക. വായയിൽ സ്കെയിലിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ സ്കെയിലിംഗ് ചെയ്ത് നല്ലൊരു ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് മാതാപിതാക്കൾ. ഇതിൽ തന്നെ നമ്മൾ പിന്നെ പറയണത്, ഇതിപ്പോൾ പ്ലാക്ക് ഇൻഡ്യൂസ്ഡ് ആയിട്ട് വരുന്ന ജിഞ്ചവൈറ്റിസിനെ കുറിച്ചാണ് നമ്മൾ കുറേയൊക്കെ പറഞ്ഞത്. ഇനി നോൺ പ്ലാക്ക് ഇൻഡ്യൂസ്ഡ് ജിഞ്ചവൈറ്റിസ് കാണപ്പെടാറുണ്ട്. പ്ലാക്ക് അല്ലാണ്ടുള്ള റീസൺസ്, വൈറ്റമിൻ ഡി കുറവ് കാരണം അലർജിക് പ്രശ്നം കൊണ്ടുവരാം. പിന്നെ സിസ്റ്റമിക് പ്രോബ്ലംസ് ലൈക്ക് ലുക്കീമിയ പോലുള്ള കേസസിലും ചില മരുന്നുകൾ കൊണ്ട് മോണകൾ തടിച്ച് പൊങ്ങാറുണ്ട്. ഇതിലൊക്കെ വളരെ ഗുരുതരമായ രക്തസ്രാവം കാണിക്കാറുണ്ട് കുട്ടികളിൽ. പിന്നെ നല്ല മോണവേദനയും നല്ല വീക്കവും കാണും. ചിലപ്പോൾ വായിൽ പുണ്ണ്, മുറിവുകൾ ഒക്കെ കാണാം. ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഓരോന്നിൻ്റെയും റീസൺ, അതായത് എന്തിൻ്റെ റീസൺ കൊണ്ടാണ് മോണ വീങ്ങിയത് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഓരോ ഡെൻ്റൽ ഡോക്ടറും ചെയ്യുന്നത്. പെട്ടെന്ന് വരുന്ന മോണവേദന, മോണയിൽ മുറിവുണ്ടാവുക, ദുർഗന്ധം ബാഡ് ഓറൽ ഹൈജീൻ വരുമ്പോൾ തന്നെ തുടങ്ങും. പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്ന സ്കേർവി പോലുള്ള, വൈറ്റമിൻ സി കുറവ് കാരണം സ്കേർവി പോലുള്ള മോണവീക്കം സംഭവിക്കാറുണ്ട്. ഈ കേസസിൽ വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ കൊളാജൻ നിർമ്മാണത്തിന് ആവശ്യമായ ധാതുവാണ്. അത് കുറഞ്ഞു കഴിഞ്ഞാൽ മോണവീക്കം, മോണയ്ക്ക് ദുർബലം സംഭവിക്കും. മോണവീക്കവും രക്തസ്രാവം, സ്പോഞ്ച് പോലെ സോഫ്റ്റായി വരിക മോണ, വേദന, പല്ലുകൾ ലൂസാവുക, ഇങ്ങനെ കുറേ സിംറ്റംസ് അതിൽ കാണാം. അതിൽ നമ്മൾ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണം, നാരങ്ങ, ഓറഞ്ച്, സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിച്ച് തുടങ്ങേണ്ടതാണ്. ഡോക്ടറെ കണ്ട് കാണിച്ച് കാരണം കണ്ടെത്തി
അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതം. ചില കുട്ടികളിൽ അലർജിക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണം അലർജിക് ജിഞ്ചവൈറ്റീസ് കാണിക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കുട്ടികളിൽ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റോ ഫുഡ് ഐറ്റംസിൽ നിന്നോ അല്ലെങ്കിൽ ഡെൻ്റൽ പരമായിട്ട് അവർ പല്ലിൽ അടച്ച മെറ്റീരിയൽസിൻ്റെയൊക്കെ അലർജി കൊണ്ട് ജിഞ്ചവൈറ്റീസ് വരാറുണ്ട്. അതിലും ഈ പറഞ്ഞ പോലെ ചുവപ്പ് നിറം വരിക, മോണയ്ക്ക് ബ്രഷിങ് സെൻസേഷൻ കുട്ടികൾക്ക് ഉണ്ടാവുക, ഇച്ചിങ് ഭയങ്കരമായിട്ടും ചൊറിച്ചിൽ, ചില പിള്ളേർക്ക് അത് അൾസറേഷനിലേക്ക് വ്രണം പോലെ വരാറുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡോക്ടറെ കാണിക്കുക. ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ കാണുന്നുണ്ട്, ബ്ലീഡിങ് വരുന്നു, മോണ വീക്കമുണ്ട്, ബ്ലീഡിങ് വരുന്നു, അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഈ സിസ്റ്റമിക് രോഗങ്ങൾ കാരണമുള്ള ജിഞ്ചവൈറ്റീസ് എന്ന് പറയുമ്പോൾ ഈ ലുക്കീമിയ, ഡയബറ്റിസ് പേഷ്യൻസ്, അങ്ങനെയുള്ള ഡയബറ്റിക് ഉള്ള കുട്ടികളിലൊക്കെ ഈ പറഞ്ഞ പോലെ ജിഞ്ചവൈറ്റീസ് കാണപ്പെടാറുണ്ട്. അതായത് മോണ ഭയങ്കരമായിട്ട് സ്വെല്ലിങ് ചെയ്ത് വരും, സ്പോണ്ടേനിയസ് ബ്ലീഡിങ് ആണ്. പിന്നെ അതുപോലെ പെയിൽ ഗംസ് ആയിരിക്കും, ഭയങ്കര പെയിലായിട്ടാണ് ഗംസിൻ്റെ കളർ കാണപ്പെടുക. ഇങ്ങനെയുള്ള കേസസിൽ ഡോക്ടറെ നിർബന്ധമായിട്ടും കാണിക്കണം. നമ്മളീ പറയുന്നത് കൊണ്ട് അങ്ങനെ ആയിരിക്കുമോ ഇങ്ങനെ ആയിരിക്കും, അതൊരു തെറ്റായ ധാരണയായിരിക്കും. നിങ്ങളെന്തായാലും കുട്ടികളുടെ മോണയിൽ കാണുന്ന വീക്കങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെൻ്റൽ ഡോക്ടറെ പോയി കാണിച്ച് അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യാം എന്നതാണ് ഉചിതം. ആകാശവാണി കവരത്തിയുടെ ആരോഗ്യ വിചാരം പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ആയുഷ്മാൻ ആരോഗ്യ മെന്റർ കൽപ്പേനിയിലെ ഡെന്റൽ സർജൻ ഡോക്ടർ അക്സല ഹസ്മി. ഇനി അടുത്ത ആഴ്ച ഈ പരിപാടിയുടെ ബാക്കി ഭാഗവുമായി വീണ്ടും കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. അവതരണം ഷഹനാസ് ബീഗം ചാച്ചാളകപ്പാട.